ഇങ്ങനെ കഴുത്ത് തുടങ്ങി കാല് വരെ ഇട്ടിട്ടാണ്. ആൻഡ് അതിനൊരു ഫാഷൻ സെൻസ് പോലും ഐ ഡോണ്ട് ഫൈൻഡ്. ബിക്കോസ് അതൊരു ക്ലോത്തിങ് അല്ലെങ്കിൽ ഓർണമെന്റ് ആ ഒരു ഫാഷൻ സെൻസിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് സോ സ്റ്റുപ്പിഡ്. അങ്ങനെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കുറെ ചെറിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് എന്തിനാണ് ഇങ്ങനെ സഫോക്കേറ്റ് ചെയ്യണത്? സോ ഇൻ എനി പോയിന്റ് ഓഫ് വേ ഇതൊരു നല്ല കഷ്ടമല്ല, നല്ലൊരു പ്രാക്ടീസ് അല്ല. അറ്റ് ദ സെയിം ടൈം ഇതില് ഫൈറ്റ് ചെയ്യാൻ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടു പോകും. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ത്രൂ ഇറ്റ്. സോ എനിക്ക് ഇനിഷ്യലായിട്ട് ഐ ജസ്റ്റ് വാണ്ട് ഷെയർ മൈ എക്സ്പീരിയൻസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു കഫീല. കഫീലയുടെ ആ ഒരു തീരുമാനത്തിൽ കഫീലയ്ക്ക് നിൽക്കാൻ പറ്റിയത് സത്യത്തിൽ ഭയങ്കര ഭാഗ്യമാണ്. നമ്മുടെ ഇന്നുള്ള കുട്ടികൾക്ക് പലർക്കും പറ്റാറില്ല. ഞാൻ ഇന്നുള്ളതല്ല, ഞാനൊരു 10-23 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ച ഒരാളാണ്. എനിക്കും ഇത്തരം ആദർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടപ്പിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ. താങ്ക് യു കഫീല, താങ്ക് യു ഫോർ യെസ് മിനി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് നമുക്ക് ആദർശം ഉണ്ടെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും പ്രഷർ നമുക്ക് സൊസൈറ്റി തരും. അതായത് ഞാൻ പറഞ്ഞില്ലേ, നെയ്ബേഴ്സ് വരെ തരും. നമ്മളുടെ ലൈഫിൽ അവർ വന്ന് അഭിപ്രായം പറയും, അവർക്ക് ഗോൾഡ് കാണണം, മറ്റത് കാണണം. ഇറ്റ്സ് വെരി ഹാർഡ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ഗേൾസിനെ, എസ്പെഷ്യലി അവര് പ്രൊഫഷണൽസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് ഹാർഡ്. ഐ അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാൻ എൻ്റെ കല്യാണ സമയത്ത് 1,00,000 രൂപയ്ക്ക് 25 പവൻ കിട്ടുന്ന സമയമാണ്. അപ്പോൾ അന്ന് ഓൾറെഡി ഈ 1,00,000 രൂപ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഡിമാൻഡ് 50,000 രൂപ കൂടെ കൊടുക്കണം എന്നായിരുന്നു. രണ്ടാമത്തെ ഡിമാൻഡ് വന്നപ്പോൾ ഞാനിതിന് എഗെയിൻസ്റ്റ് ആണ്, പക്ഷെ അന്നേരം എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടൊന്നും ഒരു രക്ഷയുണ്ടായില്ല. രണ്ടാമത്തെ ഡിമാൻഡ് 50,000 കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വയലന്റ് ആയി. ഇനി 50,000 കൊടുക്കാനാണെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യും, കെട്ടിക്കാൻ വേറെ ആളെ നോക്കിക്കോണം, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് സമരം ചെയ്തിട്ടാണ് ആ 50,000 രണ്ടാമത് കൊടുക്കുന്നതിൽ നിന്ന് എനിക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയത്. ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള സോഷ്യൽ പ്രഷറിന്റെ ഒരു കാര്യം. അത് ഈവൻ ബന്ധുവായിട്ട് പോലും അവർ ആ 50,000 ഒരു ഉളുപ്പുമില്ലാതെ ഡിമാൻഡ് ചെയ്യുകയും എനിക്ക് അത് കൊടുക്കാതിരിക്കാൻ എനിക്ക് ഫൈറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. താങ്ക് യു കഫീല, താങ്ക് യു. ഷുവർ മിനി. ജസ്ലയ്ക്ക് തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ജസ്ല കുറേ എന്താ പറയാ, എല്ലാ ക്ലബ് ഹൗസിലും ഓടി നടന്ന് ചർച്ച ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ജസ്ലയെ ഒന്ന് പരിഗണിച്ചിട്ട് ഞാൻ ഷഹീബയിലേക്ക് വരാം കേട്ടോ. ജസ്ല ഓക്കെ, എന്നാ ഓക്കെ. ഷഹീബ കേൾക്കാമോ? Hello. Okay. ഷഹീബ I was actually waiting for the turn. എനിക്ക് 8 o'clock സെഷൻ ഉണ്ടായിരുന്നു. I'm putting my students on hold. ബിക്കോസ് ഇവിടെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാതെ പോവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമായിരിക്കും. കാരണം പെർട്ടിക്കുലർലി ഇന്നത്തെ ഒരു ദിവസം ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാ ന്യൂസ് ഫീഡൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഈ ഒരു ഡൗറി സിസ്റ്റത്തിനെതിരായിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ പെർട്ടിക്കുലർലി മെന്നൊക്കെ ഇങ്ങനെ വല്ലാതെ പോസ്റ്റ് ഒക്കെ ഇട്ട് കണ്ടപ്പം എനിക്ക് വല്ലാത്തൊരു പുച്ഛം തോന്നി. ബിക്കോസ് ഇതാരാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്? ആളുകൾ ഒരു വേവ് വരുന്ന സമയത്ത് അതിനെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. വൺസ് ഇറ്റ് ഇസ് ഗോൺ, വൺസ് ദ പ്രോബ്ലം ഇസ് സെറ്റിൽ ഡൗൺ, നോബഡി തിങ്സ് അബൌട്ട് ഇറ്റ് ആൻഡ് ഇവർ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളുടെ ഒരു കൾച്ചർ സെറ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാമൂഹ്യ പരിതസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിങ്ങനെ തന്നെ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഈ വസ്തുതയെ നമുക്ക് പൊളിച്ചെടുക്കാൻ ഇത്ര നാളായിട്ട് പറ്റിയിട്ടില്ല. ഐ എം ഓൾസോ വിക്ടിം. കാരണം എനിക്കും ഇത് പൊളിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഐ ഗോട്ട് മാരീഡ് വെൻ I was barely 19. ആ ഒരു സമയത്ത് കല്യാണം കഴിച്ചത് കാരണം എനിക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഭൗതികമായിട്ടുള്ള അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ഹാഡ് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ള ഓർണമെന്റ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ഇറ്റ് ഇസ് ആക്ച്വലി ബിലോങ് ടു മീ എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നത് കാരണമായിരിക്കാം അതെല്ലാം എന്റെ ലോക്കറിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എന്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും എന്റെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിലും പിന്നീട് ഞാൻ 19 ഇയേഴ്സിൽ കല്യാണം കഴിഞ്ഞു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഡിഗ്രി എടുത്തു, ഞാൻ PG ചെയ്തു, പിന്നെ ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴും ഞാൻ ആകെ എപ്പോഴും ഒരു ബോർഡർ ലൈൻ വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ഫിനാൻസ്, എന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഏൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ഞാൻ സബ്സൈഡ് ചെയ്ത് വെക്കും, അത് എന്റെ മാത്രമാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ ഐ ഹാവ് ക്രിയേറ്റഡ് എമംഗ് എവ്രി വൺ. കാരണം അത് ഞാൻ എന്റെ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വില്ലിംഗ് ആണ്. ഇഫ് ഐ തിങ്ക് ഇറ്റ് ഈസ് നീഡഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് ഐ എം റെഡി ടു ഷെയർ ഇറ്റ് വിത്ത് എനി വൺ.
എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡുമായിട്ടും ഹസ്ബൻഡിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഐ എം റെഡി ടു ഷെയർ വിത്ത് ഹിം. അപ്പൊ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ബൗണ്ടറീസ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ സ്വന്തമായി പഠിച്ചെടുത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കൊണ്ടുവന്ന റൂൾസ് ആണ്. പക്ഷെ എല്ലാവർക്കും അത് മേ ബി എന്റെ പാർട്ട്ണർ കുറച്ചുകൂടെ എന്താ പറയാ ഒന്നുകൂടെ നല്ലതായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ വെൻ ഇറ്റ് കംസ് ടു ഫ്യൂച്ചർ ഐ എം ടോട്ടലി അഗെയിൻസ്റ്റ് ടു ഇറ്റ്. കാരണം എനിക്കൊരു മോളാണുള്ളത്, വളർന്നു വരുന്ന ഒരു മോളാണുള്ളത്. അപ്പൊ എന്റെ മോളുടെ അടുത്ത് ഞാൻ പറയും, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ വിവാഹം കഴിക്കുക, ഇങ്ങനെ സെറ്റിൽഡ് ആവുക, കുറെ ഓർണമെന്റ്സ് വെക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഡോണ്ട് എക്സ്പെക്ട് ദീസ് തിങ്സ് ഫ്രം us. അല്ലാതെ നിനക്ക് നന്നായിട്ട് നല്ലൊരു എഡ്യൂക്കേഷൻ തരാം, നിന്റെ ജീവിതം സെറ്റിൽഡ് ആക്കാനുള്ള എല്ലാ ബാക്കപ്പ് സപ്പോർട്ടും ഞങ്ങൾ തരും എന്നതിലുപരിയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഫാന്റസീസും ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫാന്റസി വേൾഡ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ എന്റെ മോൾക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ സോഷ്യൽ നോംസിനെ ഒക്കെ കടത്തി വെച്ചിട്ട് അതിനു മുന്നേക്ക് സഞ്ചരിക്കാൻ പറ്റണം. അങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ കഫീല പറഞ്ഞതുപോലെയുള്ള ഇന്ന് കഫീല അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടല്ലോ. കഫീല മേ ബി കഫീലന്റെ കയ്യിൽ കഫീല പൊസിഷൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ കഫീലക്ക് ഇറ്റ് വാസ് കമ്പാരിറ്റീവ്ലി എ ബെറ്റർ ഡിസിഷൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പൊസിഷൻ ഉണ്ടാവുമ്പോൾ അത് ഞാൻ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു എനിക്ക്. അത് ഞാൻ എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ ഞാൻ തന്നെ ഏറ്റെടുക്കുക, അത് വേറെ ആൾക്കും അവകാശപ്പെട്ടതല്ല എന്ന് ഒരു 19 വയസ്സുകാരി അല്ലെങ്കിൽ 20 വയസ്സുകാരി പറയാന്ന് പറയുമ്പോൾ അത് എത്രയോ എന്താ പറയാ കുറച്ചും കൂടി ഒരു വിസ്ഫോടനം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. കാരണം എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലൊക്കെ അവരത് വളരെ ധിക്കാരായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐ ഡിഡ്ന്റ് ഫീൽ ഇറ്റ് ആക്ച്വലി. ഞാൻ അന്ന് കരുതി വെച്ചിരുന്നത് അത് എന്റെ ഉപയോഗത്തിനുള്ളതാണ്, സോ ഐ വിൽ യൂസ് ഇറ്റ്. അത് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡിസ്പോസ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ക്യാൻ ആക്ച്വലി ഗിവ് ഇറ്റ് ടു മൈ പേരൻസ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ തരത്തിൽ നമുക്ക് കുറച്ച് ബോൾഡ് ആയിട്ട് നമ്മുടെ പെൺകുട്ടികളെ വളർത്താൻ പറ്റുക, അല്ലെങ്കിൽ ബോൾഡ് ആയിട്ട് അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ അപ്ബ്രിങ്ങിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തു വെക്കേണ്ടുന്ന ചില ശീലങ്ങളാണ്. പിന്നെ വിസ്മയുടെ കേസ് വന്നപ്പോൾ നമ്മളുടെ ചർച്ചകളൊക്കെ വളരെ ചുരുങ്ങിയിട്ട് വിസ്മയിലേക്കുള്ള ഈ സ്ത്രീധനത്തിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും മാത്രം ഒതുങ്ങിപ്പോയി. നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്ന മറുതലക്കിൽ കിടക്കുന്ന വലിയ ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ അവിടെ കിടപ്പുണ്ട്. ആ വാളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു സ്ത്രീ ഒരു പെൺകുട്ടിക്ക് ഇപ്പം ഡൗറി അവൾ കൊണ്ടുവന്ന ഡൗറി അവർക്ക് മതിയായിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് അവർ ആഗ്രഹിച്ച അവരുടെ എക്സ്പെക്ടേഷൻസ്, ഇപ്പൊ കഫീല നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, ഇഫ് ദാറ്റ് ഡിസപ്പോയിന്റ്മെന്റ് റിയലി എന്താ പറയാ പെർസിസ്റ്റിംഗ് ഇൻ ദ ലൈഫ്, ദേ ഷുഡ് ഹാവ് ടോക്ഡ് അബൌട്ട് ഇറ്റ്. അത് ഇങ്ങനെ അല്ലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ വിലപേശിക്കൊണ്ട് അവളുടെ ജീവിതത്തിന് വില പറഞ്ഞുകൊണ്ട് അവളുടെ സന്തോഷങ്ങൾ കെടുത്തിക്കൊണ്ട് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെയും ഡൊമസ്റ്റിക് വയലൻസും ആ കുട്ടിയെ നന്നായിട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു, ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ കുട്ടിയുടെ പാരന്റ്സ് പറയുന്നത് ആ കുട്ടി സ്വയം ആത്മഹത്യ ചെയ്തതായിരിക്കാൻ ഇടയില്ല, മറിച്ച് ആ കുട്ടിയെ കൊലപ്പെടുത്തിയതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ആ കുട്ടിയുടെ പാരന്റ്സ്, ബിക്കോസ് ഷി വാസ് വെരി ബോൾഡ്. അപ്പൊ ഈ ഒരു ബോൾഡ്നെസ്സും കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കാം ആളുകൾ ഈ തരത്തിൽ അവരുടെ ഫാമിലി പറയുന്നത്. അത്ര ബോൾഡ് ആയതുകൊണ്ടായിരിക്കാം ആ കുട്ടിയുടെ ഫാമിലി ആ കുട്ടിയെ പുൾ ബാക്ക് ചെയ്ത സമയത്തും ആ കുട്ടി ഇല്ല, ഐ ഹാവ് ടു ഫൈറ്റ് ഓവർ ദിസ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസ്, സ്ത്രീധനത്തെ ചൊല്ലിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ എക്സ്പെക്ടേഷൻസ്, ഓവർ എക്സ്പെക്ടേഷൻസ് റിഗാർഡിങ് എ വുമൻ ആൻഡ് ഹെർ ഓണർഷിപ്പ്, അതായത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോപ്പർട്ടി ആയി, എന്റെ മരുമകൾ എന്റെ പ്രോപ്പർട്ടി ആണ് എന്നുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ബൈലൈൻ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ബൈനറി നമുക്ക് പൊളിച്ചെഴുതാൻ പറ്റില്ല. കാരണം ഞാൻ വിവാഹിതയായി കഴിഞ്ഞാൽ പിന്നെ എന്റെ വീട്ടുകാർക്ക് എന്റെ മേലെ അവകാശമില്ല. ടു ബി പ്രിസൈസ്, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം വരുന്ന നിമിഷങ്ങളുണ്ട്. അപ്പൊ ഓരോ ഈദ് വരുന്നു, ആഘോഷങ്ങൾ വരുന്നു. ഒരാഘോഷം വരുന്ന സമയത്ത് പോലും സ്വന്തം വീട്ടിൽ വന്നിട്ട് അത് ആഘോഷിക്കാനുള്ള അനുവാദം ഇല്ലാത്തവരാണ് സത്യം പറഞ്ഞ സ്ത്രീകൾ. ഇപ്പൊ ഏറ്റവും എനിക്ക് കഴിഞ്ഞ ഈദ് വന്ന സമയത്ത് ഐ റിയലി വാണ്ടഡ് ടു സെലിബ്രേറ്റ് ഇറ്റ് വിത്ത് മൈ പേരൻസ് ആക്ച്വലി. കാരണം ഞാൻ ഒരു 1.5 വർഷത്തോളം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു 1.5 വർഷത്തിലധികമായിട്ട് എന്റെ പാരന്റ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാണ്ട് അവർ സൗദിയിൽ കുടുങ്ങി കിടക്കുമായിരുന്നു ഈ കോവിഡ് ആയത് കാരണം.
പിന്നീട് അവര് ഇതിന്റെ ഒരു മാസം മുമ്പ് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ അവരോടൊപ്പം ഈദ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അങ്ങേയറ്റം ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് ഒന്നാമത് ലോക്ക്ഡൌൺ ആയി പോവുകയും ചെയ്തു, ഞാൻ അവിടെ പെടുകയും ചെയ്തു. പക്ഷെ അതിനെ ഞാൻ തിരുത്തി കുറിച്ച് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം, എന്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോഴേക്ക് അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി പോലും ഇല്ല. അതിന്റെ മുകളിൽ നമ്മൾ ഈ ഒരു കാര്യത്തിന്റെ മുകളിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. ഈ കാര്യത്തിന്റെ മുകളിൽ നമ്മൾ വെറുതെ അൺനെസസറി ആയിട്ടുള്ള ഡയലോഗ്സ് വിട്ട് കഴിയുമ്പോൾ അത് വല്ലാതെ ഒരു വെർബലി ഇങ്ങനെ കുറെ ഡയലോഗ്സ് വിട്ട് കഴിയുന്നത് നമുക്ക് കുറെ മെന്റൽ ടെൻഷൻസ് തരുന്നുണ്ട്. അതായത് നിരന്തരം ഏതൊരു കാര്യത്തിനും നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. റിമ കല്ലിങ്കൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണം മീൻ പൊരിച്ചതിനെ കുറിച്ച്. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള സംഭവങ്ങളായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. അതുപോലെ തന്നെ നിസ്സാരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നും ഒരു ഈദല്ലേ, ഓണമല്ലേ, വിഷു അല്ലേ, സ്വന്തം വീട്ടിൽ പോയിട്ട് നിൽക്കണം, സ്വന്തം വീട്ടുകാരുടെ ഷഹീബ വോയിസ് പോയതാണോ? എനിക്ക് മാത്രം കേൾക്കാൻ പറ്റാത്തുള്ളൂ. എല്ലാവർക്കും കേൾക്കാമോ? ഷഹീബയുടെ വോയിസ് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആണ്. മ്യൂട്ട് ആയിട്ടുണ്ട്. ഷഹീബ മ്യൂട്ട് ആയിട്ടുണ്ട്. ഷഹീബ മ്യൂട്ടാണ്. ഷഹീബ ഹലോ. ഷഹീബ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നു തോന്നുന്നു. നമുക്ക് വേറെ ആളിലേക്ക് മൂവ് ചെയ്യാം. നിമിഷ. ഹലോ, ആം ഐ ഓഡിബിൾ? കേൾക്കുന്നുണ്ടോ ഇനി? എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈവൻ ഐ ആം ഡീപ്ലി സാഡൻഡ് ടു ഹിയർ ഓൾ ദീസ് ട്രാജിക് ന്യൂസ്. ഇപ്പോഴും ഈ സമയത്തും ഈ FB തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും ഇങ്ങനത്തെ ന്യൂസുകളെ ഇന്നലെ ഇന്നായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ് സച്ച് തിങ്സ് ഹാപ്പൻസ് ഇൻ ദിസ് 21st സെഞ്ച്വറി. ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ചോരൊക്കെ തിളച്ച് വരെ ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ ഇന്നലത്തെ ഇൻസിഡൻറ്റ് കേൾക്കുമ്പോൾ എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത് ആ കുട്ടി എന്തിനു ഇതൊക്കെ സഹിച്ച് നിന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരൻസ് എന്തിന് സ്ത്രീധനം കൊടുത്തു, അതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ബട്ട് ഐ വുഡ് ഈക്വലി ബ്ലെയിം ആ ചെക്കൻ്റെ പാരൻസിനെ. ഇറ്റ്സ് എ പ്രോബ്ലം വിത്ത് ദ അപ്ബ്രിങ്ങിങ്. അത് തെറ്റാണ്. ഒരു ആൺകുട്ടീനെ അങ്ങനെയല്ല, ഇങ്ങനൊരു ഇമേജ് അല്ല കൊടുക്കുന്നത്. കല്യാണം കഴിക്കുമ്പോൾ ഇന്നത് എക്സ്പെക്ട് ചെയ്യണം, അത് എക്സ്പെക്ട് ചെയ്ത് അത് ശുദ്ധ മണ്ടത്തരം, അങ്ങനെ ചെയ്യരുത്. ഐ വോണ്ട് ടു ആഡ് ദാറ്റ് പോയിന്റ്. പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ടു ബാൻ ഓൾ ദീസ് ഗോൾഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെ ഒരു ഇമേജ് കൊടുക്കരുത്. ഇങ്ങനെ പെണ്ണിനെ ഗോൾഡിൽ പൊതിഞ്ഞിട്ടാണ് കൊടുത്താൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും കൊടുക്കരുത്. അത് അഡ്വർടൈസ്മെൻറ്റ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇറ്റ്സ് നോട്ട് എ ബിസിനസ്. അത് പെൺപിള്ളേരും ഈക്വലി ദേ ഹാവ് ഡ്രീംസ്, ദേ ആർ ഓൾസോ ആസ്പിറൻറ്റ് സെയിം ലൈക്ക് ആണുങ്ങളെ പോലെ തന്നെ. അപ്പോൾ അതൊക്കെ ഐ തിങ്ക് അതിലൊക്കെ കുറേ ഇത് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫാദറും എനിക്ക് കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് ഗിഫ്റ്റ്. എൻ്റെ ഉപ്പ എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റാണ്. അത് ക്വസ്റ്റ്യൻ ചെയ്യാനും ചോദിക്കാനോ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ ഇൻലോസിനോ അധികാരമില്ല. അവരിപ്പോഴും ചോദിച്ചിട്ടില്ല. അവർക്ക് അറിയൂല ഞാൻ ആ പൈസ എന്ത് ചെയ്തു, ആ ഗോൾഡ് എന്ത് ചെയ്തു എന്ന് അവർ ഇതുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ആയിരിക്കണം ഐഡിയൽ ഇൻലോസ് ആയാലും ഹസ്ബൻഡ് ആയാലും ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഡൊമസ്റ്റിക് വയലൻസ് പറയുമ്പോൾ ഞാൻ റീസെൻ്റ്ലി ഐ ഹേർഡ് എ ന്യൂസ്. ഇറ്റ്സ് നോട്ട് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ്. സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അവരുടെ മകളെ പോലെ ഒരു പെൺകുട്ടിയെ പോലും ഭാര്യയ്ക്ക് സ്ത്രീധനം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരുടെ മകളെ പോലും തല്ലുന്ന ഒരു ഫാദറിനെ ഞാൻ റീസെൻ്റ്ലി ഞാൻ കേട്ടിട്ടുള്ള ഒരു ന്യൂസ്. ഐ എം ജസ്റ്റ് ഷെയറിങ് ദാറ്റ് ന്യൂസ് ടു. അപ്പോൾ that's my words. And the words I'm totally disturbed hearing all these news. Thank you. I understand. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഇവിടെ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന ഒരു സാധനമാണ്. എന്താ പറയാ, പല ആൾക്കാരും നമ്മളെ വൈകാരികമാകും. കാരണം നമ്മളെല്ലാം അനുഭവിച്ചിട്ടൊരു സംഗതി തന്നെയാണ്. I know each of us are emotional. അത് I can understand. ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു ഇഷ്യൂല്, ഇത്തരം വയലൻസിന്റെ ഒരു ഇഷ്യൂല് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പെൺകുട്ടികളെ കെട്ടിച്ചങ്ങ് അയക്കുക പരായ തന്നെയാണല്ലോ. ആരുടെയോ മൈക്കാണ്.
അത് അത് വേറൊരു വീട്ടിലെ സ്വത്ത് നമ്മളിങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് മാതിരിയാണ്. വേറെ എവിടേക്കോ കൊടുത്തു വിടാനുള്ള ഒരു സാധനം കാത്തു സൂക്ഷിക്കുന്ന മാതിരിയുള്ള ഒരു കൾച്ചർ കൊണ്ടിട്ടാണ് ഈ കുട്ടിക്ക് തിരിച്ചു വരാൻ ഒരു ഇട ഇല്ലാതാകുന്ന ഒരു സിസ്റ്റവും നമ്മുടെ ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോഴാണ് ഇത്തരം മരണങ്ങൾക്ക് സത്യത്തിൽ അങ്ങനെ വളർത്തുന്ന പാരന്റ്സും കൂടെ ഇതിന് ഉത്തരവാദിയാണ് അല്ലെ. അടുത്തത് വഫ. വഫ Excuse me, ma'am. Hello. Can I speak? ആരത്? Hello. വഫ അല്ലേ അടുത്തത്? വേറെ ലുലു. യെസ്, ലുലു സംസാരിക്കും. ലുലു പറ. ഹലോ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടികളുടെ വീട്ടുകാരുടെ സ്റ്റാൻഡ് മാറ്റിയാൽ തന്നെ കുറെയൊക്കെ പ്രശ്നങ്ങൾ മാറും. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഇപ്പോഴും ആക്ട് മാറ്റിയിട്ടും ഇത് മാറാതെ ചിലർ ഫോളോ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. ഹലോ, എനിക്ക് സംസാരിക്കാമോ? ഹലോ. അപ്പൊ പെൺകുട്ടികളുടെ വീട്ടുകാരുടെ സ്റ്റാൻഡ് മാറ്റുക എന്നതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ ഇപ്പൊ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവരുടെയൊക്കെ ലൈഫിൽ സംഭവിച്ചത് വെച്ച് എനിക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ വാട്ട് ഹാപ്പൻ ടു ദം. അതായത് ആദ്യം ഇവര് സ്റ്റാറ്റസ് കാണിച്ചിട്ട് കൊടുത്തയക്കുന്നതായിരിക്കും. പക്ഷെ അതിനുശേഷം ഈ വീട്ടില് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർക്ക് തിരിച്ചയക്കാൻ പറ്റത്തില്ല, തിരിച്ചുവിടാൻ പറ്റത്തില്ല. കാരണം അവർ പറയുന്ന എക്സ്ക്യൂസ് ഇതാണ്: മോളെ, ഒരുപാട് പൈസ കൊടുത്ത് നിന്നെ അയച്ചതല്ലേ, നീ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ദാറ്റ് അവിടെയാണ് പ്രോബ്ലം. അതായത് ഈ പൈസ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് കുറെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് പെൺകുട്ടികള് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ശേഷം വേണം ഫസ്റ്റ്ലി കല്യാണം നടത്താൻ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡിപ്പെൻഡഡ് ആണ് അവരുടെ ഹസ്ബൻഡിനെയും അവരുടെ പേരൻസിന്റെ വീട്ടുകാരെ. അപ്പൊ ഈ പയ്യന്മാര് ഇവരെ ഒരു സ്ത്രീധനം വാങ്ങിക്കുന്നത് കോരാനിട്ട് തന്നെ ഓരോരോ ആവശ്യങ്ങൾക്ക് പെൺകുട്ടികളുടെ വീട്ടുകാരെ ATM പോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം പേരൻസ് പേടിച്ച് കൊടുക്കും. കാരണം എന്റെ മോള് ഈ എന്റെ മോളെ നോക്കേണ്ട ആളാണ്, അപ്പൊ അവള് ഡിപ്പെൻഡഡ് അല്ല. അപ്പൊ അത് പേടിച്ച് വീട്ടുകാർ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് തന്നെ ഏറ്റവും വലിയ ഡേഞ്ചറാണ്. ഈ പയ്യന്റെ വീട്ടുകാരോ പോലും ഈ ഗാർഹിക പീഡനം നടന്ന സമയത്തൊന്നും പയ്യനെ കറക്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. ഇതെല്ലാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഇത് കിട്ടും, ഇവർക്ക് ഈ ATM പോലെ എല്ലാ മാസവും കിട്ടും, അല്ലെ ഏത് ആവശ്യത്തിനും കിട്ടും എന്നുള്ളൊരു ഇത് കൊണ്ടുണ്ടാണ്. എന്റെ അഭിപ്രായത്തില് പെൺകുട്ടികൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയ ശേഷം വേണം അവരുടെ കല്യാണം നടത്താൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലേക്ക് അവരുടെ കൺട്രോൾ കിട്ടുക എന്നുള്ളതാണ്. അപ്പം പേരൻസ് ഡിസൈഡ് ചെയ്യണം അവരെ കംപ്ലീറ്റ്ലി, അതായത് അവരെ എല്ലാ കാര്യത്തിലും അവരെ ഇൻഡിപെൻഡന്റ് ആക്കിയ ശേഷം മറ്റൊരാളുടെ കയ്യിലേക്ക് അവരുടെ കൺട്രോൾ കൊടുക്കരുത്. അവരുടേതായ ഒരു നിലപാട് അവർക്ക് എല്ലാ കാര്യത്തിലും വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിസ്മയുടെ കാര്യത്തിൽ സെയിം തന്നെയാണ്. ആ പയ്യൻ കിരൺ എന്ന് പറയുന്ന പയ്യൻ ആദ്യം പൈസ വേണ്ട എന്ന് പറഞ്ഞു വന്നതാണ്. പക്ഷെ ഇവര് കൊടുക്കാൻ തയ്യാറായി. കൊടുക്കുന്നത് മാത്രമല്ല, ഇത്രയും സ്വർണം അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് അത്രയും എമൗണ്ട് കൊടുക്കാൻ അവര് തയ്യാറായി. അപ്പൊ അവര് തന്നെയാണ് ഇതിന് ഒരു പെർമിറ്റ് ചെയ്ത് കൊടുത്തത്. സൈലന്റ്ലി അവരുടെ പേരൻസ് ആണ്, അറിയത്തില്ല. പക്ഷെ മോടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ചെയ്തത്. പക്ഷെ സൈലന്റ്ലി അവര് തന്നെയാണ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇപ്പൊ കല്യാണങ്ങളിൽ നടക്കുന്ന സ്വർണത്തിന്റെ ആഭരണമായാലും സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ്. സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഇത്രയും എന്റെ മോക്ക് ഇത്രയും ആഭരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വേർഡായിട്ടാണ് കുട്ടികളെ ഒരുക്കി വിടുന്നത്. അതിന്റെ ആവശ്യമില്ല. ഒന്നോ രണ്ടോ ഒരു ആഭരണം. നമ്മുടെ ഈ കേരളം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കല്യാണ പെണ്ണുങ്ങൾ ഒരുങ്ങി വരുന്നത്, വളരെ ഭംഗിയാണ്. പക്ഷെ കേരളത്തില് ഇത്രയധികം ആഭരണങ്ങൾ ഇട്ട്, അതായത് എന്റെ മോള് മുഖം കാണാതെ ഈ ഉത്സവത്തിനൊക്കെ ആന കെട്ടി ഇറങ്ങുന്ന അവസ്ഥ പോലെ ഒന്നും, അത് കഴുത്ത് കാണരുതെന്നും പറഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. സ്വർണം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ കല്യാണത്തിന് എന്തിനാണ് ഇത്രയും വലിയ പ്രദർശനങ്ങൾ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ലുലു, താങ്ക് യു. സ്വർണം നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. മറ്റു പല ഇൻവെസ്റ്റ്മെന്റുകളും ഉണ്ട്. വേണമെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ
100, 200, 300 പവനൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു വീട് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് ഇറങ്ങിപ്പോവാൻ ഒരു ഇടമില്ലാത്തൊരവസ്ഥ വരില്ല അല്ലേ? അടുത്തത് ഇത് മിനി ഇത് ഇപ്പൊ വിസ്മയ മാത്രം ആദ്യത്തെ വിക്ടിം ഒന്നും അല്ല. ആക്ച്വലി പൊതുവെ നമ്മുടെ ഇപ്പം മാസ് മീഡിയയില് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ തുടരെ 2-3 അതേ കേസ് അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുവരെ ഇതിനു മുമ്പ് ഒന്നും നടക്കാത്ത പോലെ, ഇതിനു മുമ്പ് ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ആയിരിക്കും അവര്. ഇന്ന് തന്നെ 2 കേസ് ഇതേപോലെ തന്നെ 2 കേസുകൾ ഇന്നുണ്ടായിരുന്നു. ഒന്ന് തൂങ്ങി മരിച്ചതും വേറൊന്ന് തീ കൊളുത്തി. ഒന്ന് വിസ്മയ, ഒന്ന് അർച്ചന, ഒന്ന് പിന്നെ ആലപ്പുഴയിലെ കുട്ടി. അതെ. അപ്പം ഇവര് ഇതിനു മുമ്പ് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ഇതെല്ലാം ഒരു തരം പെട്ടെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന മാതിരി ഭയങ്കര ഇതായിട്ട് എല്ലാവരും സ്റ്റാറ്റസ് ഇടും. ഈവൻ നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടുകയും ഭയങ്കരമായിട്ട് വികാര പ്രകടനം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെല്ലാവരും സ്ത്രീധനത്തിനെതിരാണെന്നും ഇവരാരും ജീവിതത്തിൽ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല എന്നും ഇവരാരും കൊടുക്കത്തില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നാളെ ഒരു അവസരം വന്നാൽ ഇവർ കൊടുക്കത്തില്ലായിരിക്കും, വാങ്ങത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആക്ച്വലി ആ താൽക്കാലിക വികാര പ്രകടനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് അങ്ങ് പോവുകയാണ്. ആക്ച്വലി ഇവിടെയുള്ള പുരുഷന്മാരാരും ഞങ്ങൾ സ്ത്രീധനം വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നിന്ന് പോകാവുന്നതേ ഉള്ളൂ സത്യത്തിലേക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. വാഫ സംസാരിച്ചോ? വാഫ സംസാരിക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഒരു സ്ത്രീധനം എന്ന് പറയുമ്പോൾ പൈസ അല്ലെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമുക്ക്. ശരിക്കും നമ്മൾ ഗോൾഡിൽ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. നമ്മൾ നോർമൽ നമ്മുടെ ആരെങ്കിലും ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെയോ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വന്ന് നമ്മൾ വീട്ടിൽ ചോദിക്കുക, ഇത്ര ഗോൾഡ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു ഡ്രസ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം എന്നാണ്. അല്ലാതെ ആ ഗേള് ഹാപ്പി ആണോ, അല്ലെങ്കിൽ പാരൻസിന്റെ മുഖം എങ്ങനെയുണ്ട്, അവരെ വിഷമത്തിലാണോ, ആൾക്കാരെ വരുന്നുണ്ടോ, അങ്ങനെക്കാരത്തെ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചോദിക്കുന്നത്. എത്ര പാവം ഗോൾഡ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സ് ഏതാ കളർ, ഡ്രസ്സിന്റെ എന്താ വർക്ക്, അതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ കേരളത്തിൽ മാറ്റേണ്ടത് ഈ ഗോൾഡിന്റെ ഒരു ഒബ്സഷനാണ്. ഭയങ്കര ഒബ്സസ്ഡാണ്. നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, പോയിട്ട് എന്തെങ്കിലും ഗോൾഡ് വാങ്ങിയിടും. അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ നൂല് കെട്ട്, അത് പെൺകുട്ടിയാണെങ്കിൽ പറയും വേണ്ട, പിന്നെ ആ കുട്ടിക്ക് വാങ്ങി വെക്കുന്ന ഗോൾഡാണ്. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ ഇൻഗ്രെയിൻഡ് ആണ് ഗോൾഡ് എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മക്കളുടെ ഉള്ളിൽ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഇന്ന് ലോകത്ത് ഒരുപാട് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഗോൾഡ് ഇസ് നോട്ട് എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. കാരണം പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പം നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇത്രയും പൈസ പലരും ലോൺ എടുത്തിട്ടും കടം വാങ്ങിയിട്ടും വീട് വീട് വിറ്റിട്ട് വാടക വീട്ടിലേക്ക് മാറിയിട്ടൊക്കെ കല്യാണം കഴിച്ച ആൾക്കാരെ എനിക്കറിയാം. അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രയും ജീവിച്ച സമ്പാദ്യം മൊത്തം ഒരു മോളുടെ കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. എന്നാൽ ആ കുട്ടീൻ്റെ എഡ്യൂക്കേഷൻ ആ പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ കല്യാണം ആകുമ്പോൾ ആ കുട്ടിക്ക് സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ ആവും. അവൾ ഒറ്റയ്ക്ക് തന്നെ കല്യാണത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്യാനും, ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ അതിൽ നിന്നും പുറത്തിറങ്ങാനും ജോലി എടുക്കാനുള്ള ഒരു പവറും ബോൾഡ്നെസ്സും ഒക്കെ ആ കുട്ടിക്ക് ഉണ്ടാവും. അപ്പം ഈ പൈസയൊക്കെ നമ്മൾ കുട്ടിയുടെ എഡ്യൂക്കേഷനും കുട്ടീനെ നല്ല രീതിയിൽ വളർത്താനാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇത്രയും കാലം സ്വയം ഉരുകി ഉണ്ടാക്കി അധ്വാനിച്ച പൈസ മൊത്തം ഒറ്റ ദിവസത്തെ കല്യാണത്തിന് വേണ്ടിയിട്ടല്ല ചെലവാക്കേണ്ടത്. പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 ദിവസം ഇതിനെക്കുറിച്ച് സംസാരിക്കും, 3-ാമത്തെ ദിവസം ഇതിനെക്കുറിച്ച് മറക്കുകയും ചെയ്യും. മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും വിഷയം വരും, അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കും. 2-3 ദിവസം കഴിഞ്ഞാൽ ആ വിഷയം മാറും, പിന്നെ നെക്സ്റ്റ് റിലവൻറ്റ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും. കുറച്ച് മുമ്പ് ഒരു ഉത്തരം ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ഒരു റംസി ഉണ്ടായിരുന്നു. അങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ ഭർത്ത് വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഫിയാൻസി ആയിട്ടുള്ള ആളുകളുടെ പീഡനം കാരണം മരിക്കുക, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 1 or 2 ആണ്. അതല്ല ശരിക്കും കൺഫൈൻഡ് ആയിട്ട് ഇരിക്കണേ, ഇതൊന്നും പുറത്ത് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രഷറും ഉണ്ട്, മോളെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട കല്യാണം കഴിച്ചത്, ഇത്ര പെടുന്ന ചെയ്യാണ്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് എന്നുള്ളൊരു വിചാരം വലിയ ബോൾഡ് അവിടെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, നമ്മൾ ആൺകുട്ടികളെ നർച്ചർ ചെയ്യേണ്ടത്, അവിടെ വളർത്തി കൊണ്ടുവരുമ്പോൾ തന്നെ നർച്ചർ ചെയ്യേണ്ടത്, നീ കല്യാണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, സ്ത്രീധനം വാങ്ങി കഴിക്കരുത് എന്നാണ്. പെൺകുട്ടികളോട് ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ ഭർത്ത വീട്ടിലെ പീഡനം അനുഭവിക്കുമ്പോൾ ഇറങ്ങി പോരണം എന്നുള്ള കൂടുതൽ ക്ലാസ് കൊടുക്കുന്നതിന് പകരം ആൺകുട്ടികളെ നമ്മൾ നർച്ചർ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം, കല്യാണം കഴിക്കരുത് സ്ത്രീധനം വാങ്ങിയിട്ട് എന്നുള്ള ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വം അവരുടെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊന്നും ആരും ബോധേഡല്ല.
പിന്നാലെ പോകാനോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു അലയൻസുമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. അവർ നിങ്ങളോട് ഡൗറി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കേസിന് പോവുക. കേസിന് പോയിട്ട് ഇതൊക്കെ ഭയങ്കര കോമൺ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ, കേസും കൂട്ടമൊക്കെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഇത് മാറും. സൊസൈറ്റിക്ക് പേടിയായി തുടങ്ങും. സ്ത്രീധനം ചോദിക്കാനും കൊടുക്കാനുമുള്ള പേടി കൂടും. പിന്നെ എനിക്ക് എപ്പോഴും ഒരു ഭയങ്കരമായിട്ടൊരു പ്രൗഡ് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു ഫാമിലിയിൽ ഒരു മെമ്പർ ഉണ്ട്. അവരുടെ വീടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന കല്യാണത്തിന് ക്ഷണിക്കരുത്. അതുപോലത്തെ ഡിസിഷൻസ് നമ്മളും എടുക്കണം. അങ്ങനെ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലും ഇത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓരോ പടി മുൻപോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഐ അഗ്രി വിത്ത് വഫ. ഇത് നമുക്ക് ഒരു 1961 മുതൽ സ്ത്രീധന നിരോധന നിയമമുള്ള ഒരു നാട്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഇപ്പോഴും സ്ത്രീധന മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഇതിന് നിയമമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടോ അല്ല. ഇത് ഒരു കൾച്ചറൽ എക്സ്പ്ലോഷൻ, ഒരു എന്താ പറയാ, കൾച്ചറൽ റെവല്യൂഷൻ. നമ്മൾ തന്നെ കൾച്ചറലി മാറേണ്ടതുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത്, പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി വളർത്തുന്ന ഒരു സിസ്റ്റം നമ്മൾ മാറ്റേണ്ടതുണ്ട്. പെൺകുട്ടികളെ ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം കഴിപ്പിച്ച് വേറൊരു വീട്ടിൽ വിടാനുള്ള ഒരു ചരക്കുകളായി പരുവപ്പെടുത്തുന്ന ഒരു കൾച്ചർ നമുക്കുണ്ട്. അത് മാറേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഇന്നത്തെ പെൺകുട്ടികളെ വളർത്തുന്നതിന് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട നാളത്തെ ഭർത്താക്കന്മാരായി മാറേണ്ട ആൺകുട്ടികളെയാണ്. ആ ആൺകുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങളിങ്ങനെ ആരെങ്കിലും സ്ത്രീധനം വാങ്ങിച്ചിട്ട് പിടിച്ചുകൊണ്ട് വരേണ്ട ആൾക്കാരല്ലെന്നും വിവാഹം ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം അല്ലെന്നും എന്താ പറയാ, ഇങ്ങനെ എവിടെന്നെങ്കിലും ഒരു പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ കുറെ സ്ത്രീധനമൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ടോർച്ചർ ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെന്നും അത് പരസ്പര സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ഒരു സംഗതിയാണെന്ന് നമ്മൾ മാതൃക കാണിക്കുകയും അല്ലെങ്കിൽ ആ രീതിയിൽ വളർത്തപ്പെടുകയും ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു വഫ. താങ്ക് യു വെരി മച്ച്. യെസ് മിനി, നമുക്ക് നിമിഷയിലേക്ക് പോവാം. കുറച്ചേരായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. നിമിഷ സംസാരിച്ചുല്ലോ. ജസ്ലയുണ്ട്. ജസ്ലയ്ക്ക് നിമിഷ സംസാരിച്ചു. ജസ്ല പോയി തോന്നുന്നു. ഓക്കെ. ജസ്ലയ്ക്ക് ജസ്ല അവിടെ ഒക്കെ കുറെ സ്ഥലത്ത് ഓടി നടന്ന് ചർച്ചയിൽ പോയി. നിമിഷ സംസാരിച്ചതാണ് യമുന. അടുത്ത ആള് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ സംസാരിച്ചോട്ടെ. രഹനയാണ്. എനിക്ക് വഫ പറഞ്ഞതിനോട് ഒരു കാര്യം ആഡ് ചെയ്യാനാണ്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മെയിൻലി ഞാൻ ബ്രൈഡൽ മേക്ക് ഓവർ ആണ് ചെയ്യണത്. ഇപ്പോൾ വഫ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറേ ഗോൾഡ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കാനുള്ളൊരു വേ ആയിട്ട് നമ്മുടെ പല ആൾക്കാരും അത് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു വർക്കിന് പോണ സമയത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കല്യാണ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ചെയ്യാറ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവരുടെ അമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ, ഉമ്മയോ അല്ലെങ്കിൽ റിലേറ്റീവ്സ്